ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. മാധ്യമങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്ന മുമ്പ് തന്നെ റവന്യൂ വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് വാഗമൺ വരാട്ടുമേട് ഏതാണ്ട് 10 ഏക്കർ സ്ഥലം കയ്യേറിയതായി ശ്രദ്ധയിൽപ്പെടുകയും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ അവിടെ ചെന്ന് അവിടെ താൽക്കാലികമായ ഒരു കെട്ടിടം നിർമ്മിച്ചിരുന്നു. ആ കെട്ടിടം പൊളിച്ചു മാറ്റി റവന്യൂ ഭൂമിയാണ് എന്നുള്ള ബോർഡ് ഇതിനായി 22-ാം തീയതി വെച്ച് കഴിഞ്ഞു. ഭൂമി കയ്യേറ്റം ഒരു രീതിയിലും ഗവൺമെൻറ് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അത് ആര് കയ്യേറിക്കഴിഞ്ഞാലും ശക്തമായ നടപടി ഉണ്ടാവും. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഏതാണ്ട് 10 ഏക്കറോളം ഭൂമിയാണ്. ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ശക്തമായ നടപടി എടുത്തിട്ടുണ്ട്. ഇനി അത്തരം ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങളും വളരെ ഗൗരവമായി തന്നെ ഗവൺമെൻറ് റവന്യൂ വകുപ്പ് നോക്കിക്കാണും. കാരണം ജനങ്ങൾക്ക് ലഭിക്കേണ്ട പട്ടയും അനുബന്ധമായ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ് വളരെ ലിബറലായിട്ടുള്ള സമീപനം സ്വീകരിക്കും. പക്ഷേ കയ്യേറ്റത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല, ശക്തമായ നിലപാടെടുക്കും. ഇത് നേരത്തെ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് ആ നടപടി എടുത്തു കഴിഞ്ഞു. ഇനിയും ചില ഭൂമികളിലൊക്കെ ചില ആക്ഷേപങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും നടക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരുടെ അറിവോട് കൂടിയിട്ടാണ് അവിടെ വീണ്ടും തുറന്ന് അതുപോലെ തന്നെ പാത വെട്ടി ഒരു പാറ പൊട്ടിച്ച് ചെയ്തിരിക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥരുടെ പങ്ക് സംശയിക്കുന്നുണ്ടോ? റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് സംസാരിക്കും. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധയിൽപ്പെട്ട് 10 ഏക്കർ ഭൂമിൻ്റെ അവിടെ കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയ രീതിയിൽ പറഞ്ഞതുപോലെ വഴികളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മാറ്റി നിർത്തി റവന്യൂ ലാൻഡാണ്, ആരുടേതാണ് ആ ലാൻഡ് എന്ന് ആരാണത് ചെയ്തതെന്നുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. മുന്നോട്ട് വന്നിട്ടില്ല. ഈ കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള ശ്രമം വകുപ്പ് നടത്തിയപ്പോൾ പോലും അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ പ്രതിരോധമോ ഞങ്ങളുടേതാണ് എന്ന അവകാശവാദം ഒന്നുമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ആരാണ് ഗവൺമെൻറ് ലാൻഡിൽ ഇതുപോലെ താൽക്കാലിക കെട്ടിടമാണെങ്കിൽ താൽക്കാലികമായിട്ടുള്ള സംവിധാനമാണെങ്കിൽ പോലും ഉണ്ടാക്കിയത് ഇതിനെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. ഈ വലിയ മാഫിയാണ്, പണ്ടൊക്കെ ഇടുക്കിയിൽ വലിയ മാഫിയ, ആ മാഫിയ തന്നെയാണോ അത് വീണ്ടും തലപൊക്കുകയാണോ? ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 100% കയ്യേറ്റങ്ങൾ എവിടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാലും അത് ഒഴിപ്പിക്കാനുള്ള നടപടിയെടുക്കും. അത്തരം നിർദ്ദേശം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് ശക്തമായി തന്നെ നൽകിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാർ ആ രീതിയിൽ തന്നെ അതിനെ കാണുകയും ആ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് നേരത്തെ ഒരു പുതിയ ടീമിനെയൊക്കെ അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയിരുന്നു വി എസ് അച്യുതാനന്ദ സർക്കാരിലുള്ള കാലത്ത്. ഞങ്ങൾ അത്തരത്തിലുള്ള സാഹചര്യമൊക്കെ ഉണ്ടോ? നമുക്ക് വാർത്തകളല്ലല്ലോ, ഭൂമിയാണല്ലോ വേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭൂമി പിടിച്ചെടുക്കാനുള്ള നടപടി അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇനിയും അവിടെ നോട്ടീസ് കൊടുത്തിട്ട് കാര്യങ്ങളുണ്ട്. അത് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. റിസോർട്ടുകൾ നമ്മുടെ നാട്ടിൽ ടൂറിസം ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ റിസോർട്ട് വരുന്നതിനൊന്നും ഞങ്ങൾ ആരും എതിരല്ല. റിസോർട്ട് ആവശ്യമായ റിസോർട്ട് വേണം. റിസോർട്ട് എന്ന് പറയുന്നത് നമ്മൾ അതിനായിട്ട് തള്ളിക്കളയേണ്ട കാര്യമല്ല. ടൂറിസം വികസന രംഗത്ത് ആളുകൾ വരുമ്പോൾ, ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് താമസിക്കാനുള്ള ഹോട്ടലുകളും റിസോർട്ടുകളും ഒക്കെ നാട്ടിലുണ്ടാവുന്നത് അത് നമുക്ക് അതിനെതിരായ നിലപാട് ഞങ്ങൾക്കില്ല. പക്ഷേ അതൊക്കെ അംഗീകൃത NOCയും ലാൻഡും ഒക്കെ നല്ല രീതിയിലുള്ളതായിരിക്കണം. അനധികൃത ഭൂമിയിലാവരുത്, കയ്യേറ്റ ഭൂമിയിലാവരുത്. ആ ഒരു ആവശ്യം ഞങ്ങൾക്കുള്ളൂ. അല്ലാതെ റിസോർട്ടുകൾ വരുന്നതിന് ഗവൺമെൻറ് എതിരല്ല. റിസോർട്ടുകൾ വരാം. കാരണം നമുക്ക് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നുള്ളതിലേക്ക് കേരളം ഒരുപാട് ഇനിയും മാറണം. നമ്മുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളിലൊന്ന് ടൂറിസമാണ്. തൊഴിൽ സാധ്യതയും നമുക്ക് കൂടുതലുണ്ട്. പക്ഷേ അതൊന്നും കയ്യേറ്റ ഭൂമിയിലോ അനധികൃതമായിട്ടോ ആകുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. ഈ 10 ഏക്കർ ഭൂമി തിരിച്ചു പിടിച്ചു 22-ാം തീയതി ഞങ്ങളത് ബോർഡ് വെച്ച് കഴിഞ്ഞു. റവന്യൂ ലാൻഡാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് അന്വേഷിച്ചു ആരാണ് ഈ കെട്ടിടം ഉണ്ടാക്കിയെന്നുള്ള അന്വേഷണം നടത്തിയിട്ടും ഞങ്ങൾക്ക് അങ്ങനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കാരണം സ്വാഭാവികമായി അതിൻ്റെ ഒരു രീതി അവിടെ അങ്ങനെയാണ്. കാരണം ആദ്യം ഈ രീതിയിൽ ചെറിയ കെട്ടിടങ്ങൾ, താൽക്കാലിക കെട്ടിടങ്ങൾ ഉണ്ടാക്കുക, വഴി വെട്ടുക, പിന്നീട് ഒന്നും ഇല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക, അങ്ങനെ ഒരു രീതിയാണ്. അപ്പോൾ ആദ്യം തന്നെ അതിനെതിരായിട്ടൊരു നടപടി വന്നുകൊണ്ടായിരിക്കാം ആരും അതിനകത്ത് ആരാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല.